പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിരുന്നുകാരൊക്കെ വീട്ടിലേക്ക് വന്നാൽ ഇനി ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ഇതുപോലെ നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ബസുമതി റൈസ് ഇല്ലെങ്കിൽ ജീര റൈസോ കൈമ റൈസോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരി ആയാൽ പോലും നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1.5 ഗ്ലാസ് അരി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. കുക്കർ അടപ്പയിൽ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളായിട്ട് ഒരു തക്കോലം, അതോടൊപ്പം തന്നെ 2-3 ചെറിയ പീസ് കറുകപ്പട്ട, 2 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു, ഇത്രയാണ് മസാലകളായിട്ട് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളായിട്ട് ബേ ലീഫോ കുരുമുളകോ അങ്ങനെയൊക്കെയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും മസാലകളെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ആ നെയ്യിൽ കിടന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴും നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അധികം അങ്ങ് മൂത്തൊന്നും പോകണ്ട. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരി ഈ നേരത്തെ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണിയുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ നേരത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് എരിയുള്ള മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ഫുള്ളിടാം. അതോടൊപ്പം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി മസാല ഇതിനകത്ത് ഒഴിവാക്കരുത്. ബിരിയാണി മസാല ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഗരം മസാല ഉപയോഗിക്കാവൂ. ബിരിയാണി മസാല ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മസാലകളുടെ പച്ചമണമൊന്ന് മാറുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ബീൻസ് നീളത്തിൽ അരിഞ്ഞതും 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഒക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ 2 പച്ചക്കറികൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ പച്ചക്കറികൾ അതിൽ കിടന്നൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1 കപ്പ് തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈരും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നത്. നന്നായി കഴുകിയെടുത്ത് ഒരു 15 മിനിറ്റോളം കുതിർത്ത് വെച്ച അരിയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കുന്നത് എൻ്റെ വീഡിയോയിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ അരി ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം, തൈരിട്ടതിന് ശേഷം. അപ്പോൾ ഇതേ അരി ഇട്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ബസുമതി റൈസ് ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ 2 ഗ്ലാസ് അങ്ങ് ഒഴിച്ചു കൊടുത്തത്. കൈമ റൈസ് ജീര റൈസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അരിയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറങ്ങ് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. 2 വിസിൽ വന്നതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്ത് വെച്ച് എയറെല്ലാം പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇതേ നന്നായിട്ട് വെന്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ വെജിറ്റബിൾ ബിരിയാണിയാണ്. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കറക്റ്റാണ്. അരിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ചത് ഇതുപോലെ സൈഡിൽ നിന്നൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. അരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് തന്നെ ബിരിയാണി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂക്കി കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ബിരിയാണി മറ്റൊരു സെർവിങ് പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തതും അതോടൊപ്പം കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ബിരിയാണിയാണ്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോ കാണുന്ന കൂട്ടുകാർ കമൻറ്റും ലൈക്കും ഒക്കെ ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കേ.